കൂടിയാണ്. പക്ഷെ അതല്ലല്ലോ വിഷയം. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ ആശയം മാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് വി.ഡി. സതീശൻ പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമി വർഗീയ ശക്തികളാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാണ്. അങ്ങനെയല്ലല്ലോ. 2010 അതായത് ഈ വെൽഫെയർ പാർട്ടി രൂപീകരിക്കുന്നതിന് ഒരു വർഷം മുമ്പ് മാതൃഭൂമിയിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടേതായിട്ട് വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിക്കാം. ഇപ്പോൾ അവർ രാഷ്ട്രീയത്തിലിറങ്ങാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ഇനി യാതൊരു ചർച്ചയ്ക്കും ലീഗ് ഇല്ല എന്നാണ് പറയുന്നത്. മതരാഷ്ട്രവാദത്തെ പിന്തുണയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി മതേതര പാർട്ടിയായ മുസ്ലിം ലീഗിന് യോജിക്കാനാവില്ല. എടുത്ത നിലപാടെന്താണെന്നറിയാമോ? 2010 മാതൃഭൂമിയിൽ 21/5/2010 മാതൃഭൂമി വാർത്തയാ. അന്ന് യോജിക്കാൻ കഴിയാത്ത ലീഗിനും UDF-നും ഇന്ന് എങ്ങനെയാണ് ഈ മതരാഷ്ട്രവാദത്തിൽ നിന്ന് മതേതരവാദികളായി ജമാഅത്തെ ഇസ്ലാമി മാറി എന്ന നിലപാടിലേക്ക് എത്താൻ കഴിയുക എന്നതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. അതിനുള്ള മറുപടി പറയേണ്ടത് ഒരേ സമയം ലീഗും അതേസമയം കോൺഗ്രസുമാണ്. പക്ഷേ ലീഗ് ഇന്നത് വളരെ വ്യക്തമായി ആ കാര്യത്തിൽ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. പി.കെ. കുഞ്ഞാലിക്കുട്ടിയോട് ചോദിക്കുന്ന സമയത്ത് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറയുന്നത് അത് പിന്നീട് ചർച്ച ചെയ്യാമെന്ന് പറയുമ്പോൾ ലീഗിന് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ലീഗ് അങ്ങനെ ഒരു അഭിപ്രായം എടുത്താൽ ശിഹാബ് 2025 ജനുവരി 5 കോഴിക്കോട്ട് വെച്ച് ഇറക്കിയ പ്രസ്താവനയിൽ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി ബന്ധം മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലത്തെ ഉള്ളതാണെന്ന് പറഞ്ഞ് അത് പഴയ കാലം മുതൽ നേരത്തെയുള്ള ബന്ധമാണ്, ദീർഘകാല ബന്ധമുണ്ട് എന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുകയും പിന്നീട് സമസ്തയിൽ ജഫ്രി മുത്തുക്കോയ തങ്ങൾ അടക്കമുള്ളവർ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ഒരു കാരണവശാലും സമസ്തയ്ക്ക് അതിനോട് യോജിച്ചു പോകാൻ കഴിയുകയില്ല എന്നുള്ളതുമാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന നാലാമത്തെ പ്രധാനപ്പെട്ട വിവാദ പോയിന്റ് ആണല്ലോ ഇത്. ഇവിടെ അതിനുശേഷം 2011 വെൽഫെയർ പാർട്ടി രൂപീകരിച്ചതിനു ശേഷം ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ പ്രധാനപ്പെട്ട ആശയത്തിൽ നിന്ന് ഹുക്കുമത്ത് ഇലാഹി എന്ന ആശയത്തിൽ നിന്ന് മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ഇവരുടെ ഭരണഘടനയെ ഒന്ന് പരിശോധിച്ചു. ഇവരുടെ ഒബ്ജക്റ്റീവ് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ഹുക്കുമത്ത് ഇലാഹി എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അതിൽ കാണാൻ കഴിയുന്നില്ല. പകരം കാണാൻ കഴിയുന്നത് ഇഖാമത്തുദ്ദീൻ എന്നുള്ളതാണ്. എന്താണ് ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്നത്? ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്നത് ഇസ്ലാമിക ജീവിത രീതി സ്ഥാപിക്കുകയും ഇസ്ലാമിക ജീവിത രീതി ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ദൈവ സന്ദേശം, അതിനാണ് അവർ പ്രാമുഖ്യം കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഞാനിത് പരിശോധിച്ചു. ഇത് യഥാർത്ഥത്തിൽ ഹുക്കുമത്ത് ഇലാഹി എന്നുള്ള അവരുടെ മൗദൂദിയൻ ആശയങ്ങളുമായി ചേർന്നു പോകുന്നതാണോ? പല ലേഖനങ്ങളും പല ചിന്തകരും ആവർത്തിച്ചു പറയുന്നത് ഹുക്കുമത്ത് ഇലാഹിയും ഈ പറയുന്ന ദീനും തമ്മിൽ ഇഖ്മത്തി ദീനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ആശയപരമായി ഇത് രണ്ടും ഒന്നു തന്നെയാണ്. ആ പേര് മാറ്റുകയാണ് ചെയ്തത്. കാര്യം എന്താ? ഹുക്കുമത്തി ദീൻ പറയുന്നത് ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ ഭരണം എന്നുള്ള ആശയമാണ് വരുന്നത്. മറ്റതങ്ങനല്ല. ഉത്തമമായ ഒരു സാമൂഹിക വ്യവസ്ഥ സ്ഥാപിക്കുക. എങ്ങനെയാ അത് സ്ഥാപിക്കുക? ഇസ്ലാമിക ജീവിത രീതി സ്ഥാപിക്കുകയും ഈ സ്ഥാപിക്കുക എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. അതെങ്ങനെയാണ് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയുക? അതിന് ഞാനൊരു ഉദാഹരണം പറയാം. അവിടെയാണ് വി.ഡി. സതീശൻ മറുപടി പറയേണ്ടത്, കോൺഗ്രസ് മറുപടി പറയേണ്ടത്. ഈ ജമാഅത്തെ ഇസ്ലാമി ഹുക്കുമത്തി ഇലാഹി എന്ന് പറയുന്ന